ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൽ ഇന്നലെ സച്ചി രേവതീനെ കെട്ടിപ്പിടിച്ച് വട്ടം കറക്കണതിൻ്റെ കൂടെ ചന്ദ്ര വിളിച്ചപ്പോഴാണല്ലോ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചേക്കുന്നത്. അങ്ങനെ സച്ചി പുറത്തേക്ക് പോയി അപ്പോൾ രേവതിയോട് രവീന്ദ്രൻ ചോദിക്കാണ്, മോളെ സച്ചി എവിടെ ചോദിച്ചപ്പോൾ സച്ചിയേട്ടൻ പുറത്തേക്ക് പോയി അച്ഛാ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് രേവതിയുടെ അമ്മ വരുന്നു, ലക്ഷ്മി വരുന്നു. വന്നിട്ട് കുറേ സാധനങ്ങൾ, കാരണം പിറ്റേ ദിവസം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ, അപ്പോൾ അതിന് സച്ചിക്ക് രേവതിക്ക് ഇടാനുള്ള ഡ്രസ്സ്, കുറേ പലഹാരങ്ങൾ, മധുര പലഹാരങ്ങളും കൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ചന്ദ്രയ്ക്കും സുധിക്കൊക്കെ പുച്ഛമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് രേവതി ഇന്ന മോളെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ വർഷ ശ്രീകാന്താണ് വർഷ ആൻറ്റി ഇത് എന്തൊക്കെയാണ് അത് വെച്ചിട്ട് വർഷം ഓടി വന്നിട്ട് അതിന് പലഹാരം എടുത്ത് കഴിക്കുമ്പോൾ ചന്ദ്ര ചീത്ത പറഞ്ഞു, വർഷ ഇത് എന്തൊക്കെ എണ്ണ കൊണ്ട് ഉണ്ടാക്കണമെന്നാണ് ആർക്കറിയാം, നീ എന്തിനപ്പോൾ അതെടുത്ത് കഴിക്കണമെന്ന് വെച്ചപ്പോൾ ചന്ദ്രമതിയോട് ലക്ഷ്മി പറയണത് നല്ല എണ്ണ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ വർഷ അതെടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി അവിടെ ലക്ഷ്മീനെ കൊച്ചാക്കാൻ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പൊന്നും പണമൊക്കെ കൊടുന്നേക്കണ പോലെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയോട് പറഞ്ഞിട്ട് ലക്ഷ്മീനെ പരിഹസിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മി നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിക്ക് രേവതിക്കുള്ള ഡ്രസ്സ് രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വർഷോട് പറയുന്നത്, മോളെ നിനക്ക് സുഖമല്ല, എന്നിട്ട് ജോലിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ആ സുഖമായി പോകണമെന്ന് പറയണം. അത് കഴിഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ പുതിയ കട തുടങ്ങണമെന്നൊക്കെ ചോദിച്ചപ്പോൾ പറയണം ഒന്നും തീരുമാനിച്ചിട്ടില്ലേ പറയണം. അപ്പോൾ മോളുടെ അച്ഛൻ ജയിലിലാണല്ലേ, മലേഷ്യയിൽ. രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരമില്ല കേട്ടോ, ഏതോ ഒരു ഗണപതി അമ്പലം ഉണ്ട്, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാം മാറും എന്നൊക്കെ പറയുകയാണ്. അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങും, എല്ലാ വിഷമങ്ങളും മാറും എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിനോട് നീ ആര് ജോൾസിനോ പ്രവചിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും ലക്ഷ്മീനെ കളിയാക്കാണ്. നീ നിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ഇവിടുത്തെ കാര്യങ്ങളിൽ നീ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ലക്ഷ്മീനെ കുറ്റപ്പെടുത്തുമ്പോൾ ലക്ഷ്മി കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നല്ല രീതിക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്, പറഞ്ഞത് തെറ്റായങ്ങ ക്ഷമിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞേ, ലക്ഷ്മി നീ പറഞ്ഞതിലൊരു തെറ്റുമില്ല, നീ ഈ കുടുംബത്തിൽ തങ്കം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ ലക്ഷ്മീനെ ആശ്വസിപ്പിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി പറയണം, അമ്മയ്ക്ക് പോവാറായില്ലേ, അമ്മ പൊക്കോ എന്ന് പറഞ്ഞിട്ട് രേവതി ലക്ഷ്മീനെ പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോൾ സച്ചി കയറി വന്നിട്ടുണ്ട്. ആ അമ്മ വന്നോ, എന്തിനാ അമ്മ ഇതൊക്കെ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടെന്നൊക്കെ ചോദിക്കണം. അല്ല ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് അമ്മ ഇതൊക്കെ മേടിച്ചുകൊണ്ടുണ്ട്, വല്ല ആവശ്യമുണ്ട്, അമ്മേനെ ഞാൻ എൻ്റെ അമ്മയെ പോലെ കണക്കാക്കിയേക്കുന്നത്, ഇവളുടെ അമ്മയായിട്ടല്ല എൻ്റെ സ്വന്തം അമ്മയായിട്ട് കണക്കാക്കിയെന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയണം, ഞാനും എൻ്റെ സ്വന്തം മോനായിട്ട് കണക്കാക്കി പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദഹിക്കാത്ത ഒരാളുണ്ട് ചന്ദ്രമതിയുടെ മുഖമൊക്കെ പോവാണ് ദേഷ്യം വന്നിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ഞാൻ ഇറങ്ങാൻ പറയുമ്പോൾ സച്ചി ഞാൻ ഇപ്പോൾ വരാൻ വേണ്ടി അകത്തേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാമെന്ന് പറയുമ്പോൾ സച്ചി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ എന്താ അമ്മ എത്ര പെട്ടെന്ന് പോകണം, അമ്മയുടെ മുഖം എന്താ അങ്ങനെ വിഷമിച്ചിട്ടിരിക്കണേക്കുമ്പോൾ ഒന്നുമില്ല മോനെ, അത് തോന്നണതാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രേവതി പറയണം, അമ്മയ്ക്ക് പോയിട്ട് കാര്യങ്ങളുണ്ട്, ദേവ് വരാറായി എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മീനെ വേഗം അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ സച്ചിക്ക് ഇങ്ങനെ എന്തോ സംശയമുണ്ട്, അമ്മയുടെ മുഖമൊക്കെ ഇങ്ങനെ സങ്കടം വന്ന പോലെ എന്താണെന്ന് ചോദിക്കുമ്പോൾ രേവതിയെ ഒന്നുമില്ല, അമ്മ ഇങ്ങനെയാണ് എന്നെ വന്നിട്ട് കണ്ടിട്ട് പോകുമ്പോൾ അമ്മയ്ക്ക് വിഷമം തന്നെയാണെന്നൊക്കെ പറയണം രേവതി സച്ചിയോട്. അത് കഴിഞ്ഞിട്ട് രേവതിയുടെ അമ്മ പോണു. അത് കഴിഞ്ഞ് രേവതി അടുക്കളയിൽ പണിയുന്ന സമയത്ത് ചന്ദ്രമതിയും ശ്രുതിയും കൂടി വന്നിട്ട് പറയണം, നീ എന്തിനാ ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ നിൻ്റെ വീട്ടിൽ എഴുന്നള്ളിക്കേണ്ട ആവശ്യം, നിൻ്റെ അമ്മേനെ ഞങ്ങളുടെ വീട്ടിൽ തങ്കത്തെ പോലെ ഞാൻ കണക്കാക്കിയിട്ടില്ല, നീ എന്തിനാ ഇതെല്ലാം അവളോട് പറയണം, ഇവിടുത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങണം, പുറത്തേക്ക് പറയാൻ പാടില്ല പറയുമ്പോൾ അവൾ പറയും, ഞാൻ എൻ്റെ അമ്മോടല്ലേ പറഞ്ഞു, പുറത്താരോടും പറഞ്ഞിട്ടില്ലല്ലോ പറയണേ രേവതി. അപ്പോൾ ശ്രുതി പറയണേ, രേവതി എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നീ ആരോടും പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ നിങ്ങളുടെ ആരുടെ ഉപദേശിച്ച സ്നേഹമൊന്നും എനിക്ക് വേണ്ട, എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാവുന്ന കൊണ്ട് ശ്രുതി വല്ലാണ്ട് ഫയർ ചെയ്യാണ് രേവതീനെ. അപ്പോൾ രേവതി പറയാണ്, അമ്മ എപ്പോഴും എൻ്റെ അമ്മേനെ താത്തി കെട്ടിയിട്ടേ സംസാരിച്ചിട്ടുള്ളൂ, അതെനിക്ക് വിഷയമില്ല, പക്ഷേ ശ്രുതി നീ അങ്ങനെ ചെയ്യരുത്, എന്നെ പോലെയാണ് അമ്മ കണക്കാക്കിയിട്ട് സംസാരിച്ചത്, അമ്മ അതിൽ തെറ്റായിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല, നിൻ്റെ നന്മ കരുതി മാത്രമാണ് അമ്മ അങ്ങനെ സംസാരിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല, അതിന് നീ ഇങ്ങനെ സംസാരിക്കും പെരുമാറും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഭയങ്കര സങ്കടത്തിൽ ശ്രുതിയോട് സംസാരിക്കണം. അപ്പോൾ ചന്ദ്രമതി കുറേ രേവതിയോട് കണ്ട് കുത്തുവാക്കുകളൊക്കെ പറയണം, നീ എന്താ വിചാരിച്ചേക്കണം, അല്ലേ ഓതി കൊടുക്കുക അമ്മോട്, നിങ്ങളെന്താ വിചാരിച്ചത്, നിങ്ങളുടെ ഉപദേശം കേട്ടിരിക്കുക ഞങ്ങളെന്നോ, മലേഷ്യയിൽ കിടക്കണ ശ്രുതിയുടെ അച്ഛൻ എവിടെ കിടക്കണോ, നിൻ്റെ ഫാമിലി എവിടെ കിടക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ ഒരുപാട് കുറ്റപ്പെടുത്താണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ രേവതി ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാൻ അകത്തേക്ക് പോകുന്ന സമയത്ത് സച്ചി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയേട്ടാ അമ്മ കൊടുക്കുന്ന ഡ്രസ്സ് കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഷർട്ടൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്തിനാ അമ്മ അതൊക്കെ കൊടുത്ത് പൈസ കൊടുത്തിട്ട് ഇതൊക്കെ മേടിച്ച് പറയുമ്പോൾ സച്ചിയേട്ടാ അത് അമ്മയുടെ സന്തോഷത്തിനല്ലേ എന്നൊക്കെ പറയണ രേവതി. അപ്പോൾ സച്ചിയുടെ മേൽ വെച്ചേക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രമതി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രമതി ഒളിഞ്ഞ് കേൾക്കണം, ഈശ്വര ഞാൻ ഈ രേവതിയോട് പറഞ്ഞല്ല രേവതി സച്ചിയോട് പറയുമോ എന്നൊക്കെ ചോദിച്ചു ചന്ദ്രമതി ഇങ്ങനെ ഒളിഞ്ഞ് നിൽക്കണം. അപ്പോൾ നാളെ നമ്മളോട് രണ്ടുപേരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ നമുക്കൊരു കാര്യം ചെയ്ത് ഡ്രസ്സ് ഇട്ടിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ സച്ചി ചോദിക്കണം, എന്തിനാണ് രേവതി നമ്മൾ അങ്ങോട്ട് പോകണം, അവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോലെ ചോദിക്കണം. അപ്പോൾ എന്താ സച്ചിയേട്ടൻ അങ്ങനെ പറയണമെന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത പലതും അവിടെ ചെന്നാൽ കാണേണ്ടി വരും എന്നൊക്കെ പറയണം. സച്ചിയേട്ടൻ ശരത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, സച്ചിയേട്ടൻ്റെ അനിയനല്ലേ അവനെ നോക്കേണ്ട സച്ചിയേട്ടൻ്റെ ഉത്തരവാദിത്തമല്ലേ, ഞങ്ങൾക്ക് അച്ഛനില്ലല്ലോ, അപ്പോൾ സച്ചിയേട്ടൻ വേണ്ട അവനോട് ക്ഷമിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നത് രേവതി. അപ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല, എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ